കൊച്ചിലെ വികൃതി ഉണ്ടായിരുന്നു? ഇല്ല ചേട്ടാ, ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് കയറി വന്നത്. അതുകൊണ്ട് അല്ല, കഷ്ടപ്പെട്ടാണെങ്കിലും വികൃതി വരാമല്ലോ. കാരണം ഞാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിലെ ഞാൻ, പ്രിയദർശന്, മോഹൻലാല്, ഞങ്ങളുടെ ഒരു വലിയ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അശോകന് എന്ന് വേണ്ട, സുരേഷ് കുമാർ, സനൽകുമാർ, അവരൊക്കെ ഞങ്ങൾ ഈ റെസിഡൻസി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു സ്ഥലമുണ്ട്, അവിടെ കൂടിയിട്ട് മരച്ചൂട്ട് കളി എന്ന് പറഞ്ഞൊരു കളിയുണ്ട്. ജമ്മം ചെയ്താൽ ഇപ്പോഴത്തെ പിള്ളേർ കളിക്കത്തില്ല. കാരണം വലിയ ശിഖരങ്ങളുള്ള മരമാണ്. ഒരു കമ്പ് താഴെ ഇട്ടിട്ട് ഒരു റൗണ്ടിലിട്ടിട്ട് ആദ്യം ഒരാളുടെ അടുത്ത് എറിയും ദൂരെ എറിഞ്ഞിട്ട് ബാക്കി എല്ലാവരും ഓടി മരത്തിൽ കയറും. ഈ ആൾ ആ കമ്പ് എടുത്തുകൊണ്ട് വന്ന് ഈ റൗണ്ടിനകത്തിട്ടിട്ട് മരത്തിൽ കയറി ഒരാളെ പിടിക്കണം. ഈ കുരങ്ങന്മാരെ കാട്ടി ഫാസ്റ്റായിട്ടായിരുന്നു നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. ഇപ്പോഴാലോചിക്കുകയാണ്, അന്ന് വല്ല കൈയും കാലും ഒടിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് വലിയ പ്രശ്നമായി പോയേനെ. അപ്പോൾ അങ്ങനത്തെ കുസൃതികൾ. പിന്നെ രണ്ടാമത്തെ കുസൃതി എന്ന് പറഞ്ഞാൽ അവിടെ മരച്ചീനി നട്ടു വെച്ചു. അപ്പോൾ ആ മരച്ചീനിയെ ഞങ്ങൾ കംപ്ലീറ്റ് പിഴുതെടുക്കും. പിഞ്ചായിരിക്കുമ്പോഴേ പിഴും. മോഷണം അത് തന്നെ. പിഴുതെടുത്ത് പ്രിയൻ്റെ വീട്ട് തൊട്ടപ്പുറത്താണ്, മോഡൽ സ്കൂളിൻ്റെ സൈഡിൽ. അവിടെ കൊണ്ടുവന്ന് നല്ല മുളകും ഉപ്പും ഇതെല്ലാം കൂടെ ചേർത്തിട്ട് കഴിക്കും. പിറ്റേ ദിവസം നോക്കുമ്പോഴത്തേക്ക് തൈക്കാട്ട് ആശുപത്രിയിൽ ഞാനൊരു ബെഡിൽ എനിക്ക് എനിമ തന്ന് കിടക്കുക. ഇപ്പോഴൊന്നും എനിമയില്ല, അറിയാമല്ലോ എനിമ. അപ്പോൾ എനിമ തന്ന് കിടത്തിയിരിക്കുമ്പോൾ ഒരാൾ അയ്യോ അയ്യേ എന്ന് പറഞ്ഞു, അതടുത്ത പ്രിയം വരും. അതങ്ങനത്തെ കുസൃതികളുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ എല്ലാം ഉണ്ടായിരുന്നു. ഇല്ല, അങ്ങനെ പറയത്തക്ക കാരണം വെച്ചാൽ എൻ്റെ ഫാമിലി തന്നെ കംപ്ലീറ്റ് തകർച്ചയിലൂടെയാണ് വന്നത്. ഇപ്പം എൻ്റെ അമ്മ വലിയ ഇല്ലക്കാർ നായന്മാരും NSS ആണ്. അന്നത്തെ വളരെ ഫോർവേഡ് ചിന്തകളുണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ SNDP ആയിരുന്നു. അപ്പം നായർ ഈഴവ എൻ്ററായിരുന്നു. അപ്പോൾ അച്ഛൻ ഈഴവ ആയതുകൊണ്ട് NSSൻ്റെ സപ്പോർട്ടില്ല, അമ്മ നായരായതുകൊണ്ട് SNDPയുടെയും സപ്പോർട്ട് ഇല്ല. ഇന്നിപ്പോൾ എല്ലാവരും എന്നോട് സ്നേഹമാണ്. പക്ഷേ ചെറുതിലെ അച്ഛൻ നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ അമ്മയുടെ കരച്ചിലും കണ്ണീരും കണ്ടാണ് ഞാൻ വളർന്നു വന്നത്. അതുകൊണ്ട് കുസൃതികൾ ഇല്ല. എനിക്ക് 3ാം ക്ലാസ്സിൽ 3 വയസ്സിൽ കളിക്കാൻ കിട്ടേണ്ട ഈ മുച്ചക്രം സൈക്കിൾ 30ാമത്തെ വയസ്സിൽ ഞാൻ കോളേജിൽ കയറിയിട്ട് പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് ഇല്ലായ്മകൾ ആയതുകൊണ്ട് കുസൃതിക്കൊന്നും കുസൃതികൾ കുറവാണ്. അപ്പോൾ നമ്മൾ അടുത്ത സെഗ്മെന്റ് ആയിട്ടുള്ള സവാരി ഗിരിഗിരിയിൽ കയറുകയാണ്. ഓക്കെ, സവാരി ഗിരിഗിരി. സാധാരണ ഈ സവാരി ഗിരിഗിരിയിൽ സഹായിക്കാനായി 4 ചോദ്യങ്ങൾക്ക് സഹായിക്കാനായി ഒരു സെലിബ്രിറ്റി ഓൺലൈനിൽ വരാറുണ്ട്. പക്ഷേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുള്ളതുകൊണ്ട് തൽക്കാലം ആ ഓൺലൈൻ ശരിയായില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് തന്നെ ചർച്ച തുടരാം. ഓക്കെ, നമുക്കത് ഫില്ല് ചെയ്യാം. ഓക്കെ, ഇതാ ആദ്യത്തെ ചോദ്യം, ശ്രദ്ധിക്കൂ. സഹദേവന് സഹായിയായി കരുണൻ ചന്തക്കവല കൊടുക്കുന്നത് ആരെയാണ്? A. തീപ്പൊരി വർക്കി, B. തീക്കനൽ വർക്കി, C. തീവട്ടി വർക്കി. കരുണൻ ചന്തക്കവല ക്യാപ്റ്റൻ രാജു ചേട്ടനാണ്. അദ്ദേഹം ദിലീപിന് കൊടുക്കുന്ന ഇന്ദ്രൻ ചേട്ടനെയാണ്. ഇന്ദ്രൻ ചേട്ടൻ ഭയങ്കര എഴുത്തുകാരനാണ് അതിനകത്ത്. അപ്പോഴെൻ്റെ തീപ്പൊരിയാണോ തീവട്ടിയല്ല, തീവട്ടിക്കാരനല്ല, തീക്കനൽ വർക്കിയാണെന്നാണ്. തീക്കനൽ വർക്കിയാണെന്നാണ് എൻ്റെ ഏകദേശം ഒരു ധാരണ. എന്തായാലും നമുക്ക് പൂട്ടാം അല്ലേ? ഓക്കെ, തെറ്റിയാ പോട്ടെ. ബി. തീക്കനൽ വർക്കി ഞാൻ എടുത്തിട്ട് പൂട്ടി വരിഞ്ഞ് മുറുക്കിയിരിക്കുകയാണ്. ഓക്കെ, അവിടെ കിടക്കട്ടെ. പിന്നെ ഒരുപാട് ആർമി ഉണ്ടല്ലോ, അതെന്താണ്? അതിന്റെ രഹസ്യം എന്താണ്? എങ്ങനെയാണ് അത്? ചേട്ടാ, അത് ഞാൻ പറഞ്ഞില്ലേ, ആ ഷോയിലേക്ക് ഞാൻ പ്രവേശിക്കുമ്പോൾ ഞാൻ വട്ടപൂജ്യമായിട്ടാണ് കയറുന്നത്. ഞാൻ ഈ സെലിബ്രിറ്റി അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഗതിയൊന്നും ഇതാണെന്ന് പോലും എനിക്ക് നേരെ ചോദിച്ചാൽ അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു പച്ചയായ മനുഷ്യൻ്റെ ഒരു പ്രതിനിധിയെ പോലെ എന്നെ വിളിച്ചു. ഇൻ്റർവ്യൂകൾ 4 കഴിഞ്ഞ് കിട്ടി, കയറി. പക്ഷെ തിരിച്ച് ഇറങ്ങിയപ്പോൾ ആണ് ഈ ആർമികളെ കുറിച്ച് അറിയുന്നത്. ഇതിന് മുമ്പുള്ള ഷോയിൽ ആർമികളെ കേട്ടിട്ടുണ്ട് ഞാൻ. പക്ഷെ പുറത്തിറങ്ങിയ ആർമികളെ ഞാൻ മനസ്സിലാക്കിയാണ് പാവപ്പെട്ട പയ്യന്മാരും പാവപ്പെട്ട പെൺകുട്ടികൾ, ജനറലി നമ്മുടെ സാധാ ജനങ്ങൾ, അവരുടെ കുടുംബത്തിലെ ഒരു മെമ്പർ. എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മയുടെ കാര്യം ഞാൻ ആരാണെന്ന് അവർക്ക് മനസ്സിലായി. ഇതിനു മുമ്പ് എന്നെ കുറച്ച് പേര് തെറ്റിദ്ധരിപ്പിച്ചിരുന്നു, നെഗറ്റീവ് ഇമ്പാക്റ്റ് കൊടുത്തിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു വികൃതിയും ഞാൻ കാണിക്കാത്ത ആളാണ്, നന്മ മാത്രമേ ചെയ്യാറുള്ളൂ. പിന്നെ ഈ പറഞ്ഞ കൂട്ടുകൂടി കുറെ കറങ്ങി പണ്ട് എന്നുള്ളതേ ഉള്ളൂ. എന്തായാലും അതിനകത്ത് എന്തോ വികൃതി കാണിച്ചല്ലോ, എന്തോ മുളകോ. പക്ഷെ ഞാൻ ചേട്ടാ ഒന്ന് ചോദിക്കട്ടെ, ഞാൻ ചെയ്തത് തെറ്റ്? ഇത്രയും 100 കണക്കിന് ക്യാമറകളുടെ ഫ്രണ്ടിൽ, ഇത്രയും മൈക്കുകളുടെ മുമ്പിൽ, ലോകത്തിലെ കോടിക്കണക്കിന് മലയാളികളുടെ ഫ്രണ്ടിൽ ഞാൻ തെറ്റ് ചെയ്തുവെങ്കിൽ, ഞാൻ മോശപ്പെട്ടതാണ് ചെയ്തതെങ്കിൽ, ഞാനൊരു പെൺകുട്ടിയെ ദ്രോഹിക്കുകയാണ് ചെയ്തതെങ്കിൽ, അല്ലെങ്കിൽ ആ പരസ്യമായി ഞാൻ പറഞ്ഞ അതാണ് ചേട്ടാ, അത് തെറ്റായിരുന്നെങ്കിൽ ഇത്രയും ലക്ഷക്കണക്കിന് ജനങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നോ?
അതില്ല. ഇല്ല. അപ്പം ഞാൻ തേച്ചിട്ടുണ്ടോ ഇല്ലയോ, അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളത് എല്ലാ ജനങ്ങളും കണ്ടു കഴിഞ്ഞൊരു സംഗതിയാണ്. അല്ല, ശരിക്കും എന്തായിരുന്നു സംഭവം? അത് ഇത് ചില എൻ്റെ വെജിറ്റബിൾ ബോക്സിനകത്ത് ഫുഡൊന്നും വെച്ചിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ അതിനകത്ത് ക്യാരറ്റ്, ബീട്രൂട്ട്, മുളക്, ഉള്ളി, സവാള, ഞാനത് സവാള വെള്ളമാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത് സവാളയിൽ തീരുമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ കൈയെല്ലാം ഒടിച്ചിട്ടുണ്ടായിരുന്നു, ഞാനിങ്ങനെ പ്ലാസ്റ്ററൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വികൃതിയല്ലേ കാണിക്കേണ്ടത്. ക്ലാസ്സിൽ ഇരുന്ന് ഈ വെജിറ്റബിൾസ് ചവയ്ക്കാമല്ലോ, ക്ലാസ്സിൽ ഇരുന്ന് പഠിപ്പിക്കുമ്പോഴത്തേക്ക്. അപ്പം അധ്യാപകനായി എന്നെ കുട്ടിയാക്കി, എന്നിട്ട് എൻ്റെ കൂടെയുള്ള മറ്റ് സഹപ്രവർത്തകരെ അധ്യാപകരാക്കി. അപ്പോൾ വികൃതി ഉണ്ടാക്കണമെങ്കിൽ ഞാൻ ഈ വെജിറ്റബിൾസ് കഴിക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ അത് കഴിക്കാനൊക്കെയാണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഈ വികൃതിയിൽ കുറച്ച് കൂടുതൽ വികൃതി ചെയ്യാം എന്നുള്ള നിലയിൽ അതിനകത്തുള്ള ഈ വെജിറ്റബിൾ വെള്ളം എന്ന് വെച്ചാൽ മുളക് വെള്ളം, ഞാൻ മുളക് തേച്ചുവെങ്കിൽ എൻ്റെ കയ്യിൽ മുളകുണ്ടാകണം. മുളക് ഇങ്ങനെ കൊണ്ടുവന്ന് വേണ്ടേ ഞാൻ തേക്കാം, കണ്ണി തേച്ചുവെങ്കിൽ ഇങ്ങനെ തന്നെ തേക്കണ്ടേ ചേട്ടാ. കുറേ പേര് പറഞ്ഞത് ഞാൻ ചുമന്ന മുളക് പൊടി വാരി കൊണ്ടുവന്ന് തേച്ചു. ഈ ഇത്തിരി ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇട്ടുണ്ടാക്കും. സത്യത്തിൽ മുളക് പൊടിയല്ല, മുളക് പൊടിയല്ല, മുളക് അരച്ചും തേച്ചിട്ടില്ല, മുളക് കിടന്ന വെള്ളം. എൻ്റെ ഇത്രയും പ്ലാസ്റ്റർ ഉണ്ട്, ഞാൻ എയർപോർട്ടിൽ വന്ന് ഇറങ്ങുമ്പോഴും പ്ലാസ്റ്റർ വെള്ളം. അപ്പോൾ വെള്ളം ഈ പറഞ്ഞ ബാഗ് തുറന്ന് അതിൻ്റെ ലഞ്ച് ബോക്സ് തുറന്ന് ആ വെള്ളം ഇങ്ങോട്ട് തൊട്ടിട്ട് ഈ രണ്ട് കൈയിലും തേച്ച് ലൈറ്റ് ആക്കിയിട്ട് ദാ ഇങ്ങനെ. അപ്പോൾ ഒരു ചൂടുണ്ടാവും. എൻ്റെ മത്സരാർത്ഥിയുടെ, എൻ്റെ കൂടെയുള്ള കുട്ടിയുടെ, ആ വ്യക്തിയുടെ, എൻ്റെ ഫ്രണ്ടിലുള്ള. പക്ഷേ ആ കുട്ടിക്ക് കണ്ണ് നീറി കരഞ്ഞു. അത് ചേട്ടാ, ഇവിടെ ഒന്ന് തേക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ഇങ്ങനെ തിരുമുമ്പ് എന്താ സംഭവിക്കുക? ഒന്ന് കണ്ണു നോക്കും. ഞാൻ എന്നിട്ട് ഈ രണ്ടും എൻ്റെ കണ്ണിനകത്തേക്ക് തന്നെ തേച്ചു. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കണ്ണ് കഴുകാനായിട്ട് കൊണ്ടുപോയി. സാധനം തീർന്നു. ഒരു ചെറിയ പുകച്ചിലുണ്ടാവും. മുളകൊരു ഇന്റർനാഷണൽ ഭീകരജീവിയൊന്നും അല്ലല്ലോ ചേട്ടാ, ആണോ? അല്ല, എനിക്ക് അറിഞ്ഞൂടാത്തോണ്ട് ഞാൻ ചോദിക്കുകയാണ്. എൻ്റെ കാര്യത്തിൽ ഒരു പച്ചമുളക്, ഒരു സാമ്പാർ മുളക് വന്നപ്പോൾ അത് ഇന്റർനാഷണൽ സംഭവമായെങ്കിൽ മുളകിനെ ബാൻ ചെയ്യേണ്ട സമയം കഴിഞ്ഞു ചേട്ടാ, ശരിയല്ലേ? അപ്പോൾ ഈ ഇഷ്ടമല്ലാത്ത അച്ചി തൊടുന്നതെല്ലാം കുറ്റം. എന്നെ പുറത്താക്കാൻ കിട്ടുന്ന ആ ഒരു നമ്മുടെ കൂടെ ഉള്ളവർക്ക് കിട്ടിയ ഒരു അവസരം എല്ലാവർക്കും മനസ്സിലായല്ലോ. അതല്ലേ വെറും ഒരു മോഷ്ടാവായ എന്നെ കള്ളൻ എന്ന് വിളിച്ചില്ലേ, അതാണ് ലോക മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, മൊത്തം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. എന്തായാലും നിങ്ങളുടെ സംശയം മാറിയല്ലോ. അപ്പം ബി തീക്കനൽ വർക്കി, ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്, വെരി ഗുഡ്, വെരി ഗുഡ്. സവാരിഗിരി.